വിഴിഞ്ഞം തുറമുഖ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയ സംഭവം വിവാദമായി മാറുകയാണ്. BD സതീശൻ നേരിട്ട് ഇടപെട്ടാണ് ദിവ്യയെ മാറ്റിയത്. ഈ സംഭവത്തിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ദിവ്യ എസ് അയ്യർക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകി BD സതീശൻ രംഗത്തെത്തിയിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചുമതലകളിൽ നിന്ന് ദിവ്യ എസ് അയ്യരെ മാത്രമല്ല മാറ്റിയതെന്നും അവരെ മാത്രം മാറ്റിയാൽ എന്താണ് പ്രശ്നമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. അദാനി ഗ്രൂപ്പിന് നോട്ടീസ് അയച്ചതിൻ്റെ പേരിലാണ് ദിവ്യ എസ് അയ്യരെ മാറ്റിയത് എന്ന പ്രചരണം തെറ്റാണെന്നും സർക്കാർ വകുപ്പ് മേധാവികൾ ആർക്കൊക്കെ നോട്ടീസ് നൽകുന്നതെന്ന് അന്വേഷിക്കലല്ല തൻ്റെ പണിയെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് മുഖ്യമന്ത്രി BD സതീശൻ സ്വയം ന്യായീകരിക്കുന്നത്. ദിവ്യയുടെ മാറ്റത്തെപ്പറ്റി CPM നേതാക്കൾ നടത്തുന്ന വിമർശനങ്ങൾക്കെതിരെ തുറന്നടിച്ച മുഖ്യമന്ത്രി CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് വിഴിഞ്ഞത്ത് എന്താണ് കാര്യമെന്നും ദിവ്യ എസ് അയ്യരെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പ്രതിഷേധിക്കാൻ എന്താണ് താല്പര്യമെന്നും സതീശൻ ചോദിച്ചു. ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ നിർവഹണത്തിൻ്റെ ഭാഗമായി തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ അഴിച്ചുപണി നടത്താറുണ്ട്. വിഴിഞ്ഞത്ത് ഒരുപാട് നാളായി സേവനമനുഷ്ഠിച്ചിരുന്ന പല ഉദ്യോഗസ്ഥരെയും മാറ്റിയിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ മാറ്റം. വിഴിഞ്ഞം തുറമുഖ MD ആയിരുന്ന ദിവ്യ എസ് അയ്യരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറായാണ് നിയമിച്ചിരിക്കുന്നത്. തുറമുഖവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജെറോമിക് ജോർജാണ് പുതിയ വിഴിഞ്ഞം തുറമുഖ MD. സതീശൻ്റെ അടുപ്പക്കാരനാണ് ജെറോമിക് ജോർജ്. വിഴിഞ്ഞം പോർട്ട് ഓഹരി കൈമാറ്റ വിവാദത്തിൽ മുൻ LDF സർക്കാരിനെയും CPMനെയും പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ വിമർശിച്ചു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് സർക്കാരിന് മുൻകൂട്ടി അറിയാമായിരുന്നുവെന്ന ആരോപണം തെറ്റാണ്. ഈ വിവരം നേരത്തെ അറിയാമായിരുന്നത് CPM മുഖപത്രമായ ദേശാഭിമാനിക്ക് മാത്രമായിരുന്നു. അദാനിയും MSC കമ്പനിയുമായി കഴിഞ്ഞ ഒരു വർഷമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. 2026 ജൂൺ 5 തന്നെ ദേശാഭിമാനി ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് ആ വാർത്തയുടെ ഉറവിടം കഴിഞ്ഞ LDF സർക്കാരായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ വിഴിഞ്ഞത്ത് ഒരു ഓഹരി കൈമാറ്റവും നടക്കില്ല. അത്തരത്തിലുള്ള ഒരപേക്ഷ പരിഗണിച്ചാൽ അത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നത തല സമിതി പരിശോധിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ സ്വാഭാവിക സ്ഥലം മാറ്റത്തെ രാഷ്ട്രീയ വിവാദമാക്കാനും അദാനി വിഷയവുമായി കൂട്ടിക്കെട്ടാനും ശ്രമിക്കുന്ന പ്രതിപക്ഷ നീക്കങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്തായാലും തുറമുഖത്തിലെ ഓഹരി കൈമാറാൻ അദാനി തീരുമാനിച്ചത് BD സതീശൻ വന്നതിന് ശേഷം തന്നെയാണ്. BD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ചില ഫയലുകൾ 24 മണിക്കൂറിനുള്ളിൽ നീങ്ങുന്നുണ്ട്. വീര്യം കുറഞ്ഞ മദ്യം ലഭ്യമാക്കാനുള്ള ബക്കാഡി കമ്പനിയുടെ ഫയൽ അതിവേഗം ബഹുദൂരമാണ് സഞ്ചരിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് BD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുത്ത ശേഷം ഒറ്റ ദിവസം കൊണ്ട് ആ ഫയൽ കൃത്യമായി അംഗീകരിക്കപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി 49% ഓഹരി
അദാനി ഗ്രൂപ്പ് വിദേശ കമ്പനിയായ MSCക്ക് കൈമാറുകയാണ്. അതിൻ്റെ ഫയലുകളും അതിവേഗമാണ് സഞ്ചരിച്ചത്. അതിന് പിന്നാലെയാണ് ദിവ്യയെ സ്ഥലം മാറ്റിയത്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദാനി ഗ്രൂപ്പ് ഓഹരി കൈമാറാൻ ശ്രമിച്ചിരുന്നു. അത് സർക്കാർ ഇടപെട്ട്, ദിവ്യ നേരിട്ട് ഇടപെട്ട് മരവിപ്പിച്ചിരുന്നു. അന്ന് ദിവ്യയെ മാറ്റണമെന്ന ശക്തമായ സമ്മർദ്ദം അദാനി ഗ്രൂപ്പ് പിണറായി സർക്കാരിനോട് ഉന്നയിച്ചിരുന്നു. തുറമുഖത്തിൻ്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന ആർജവമുള്ള മറുപടിയാണ് അന്ന് പിണറായി വിജയൻ അദാനി ഗ്രൂപ്പിനെ അറിയിച്ചത്. കാലം മാറി, ഭരണം മാറി, സതീശൻ മുഖ്യമന്ത്രിയായി. ഇപ്പോൾ പ്രതികാര നടപടി പോലെ ദിവ്യയെ സ്ഥലം മാറ്റിയിരിക്കുന്നു. അതും കേവലമായ അപ്രസക്തമായ ഇടത്ത് നിയമിച്ചിരിക്കുന്നു ദിവ്യയെ പോലെയുള്ള മിടുക്കിയായ IAS ഉദ്യോഗസ്ഥയെ. ദിവ്യ കെ കാർത്തികേയൻ്റെ മരുമകളാണ്. കെ കാർത്തികേയൻ്റെ വീട്ടിൽ പോയി വിതുമ്പിരുന്ന സതീശനെയൊക്കെ മാധ്യമങ്ങളിൽ കണ്ടു. പക്ഷേ അതൊക്കെ ഒരു കപടനാടകമാണെന്ന് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിയുന്നു. വിഴിഞ്ഞം തുറമുഖം സ്വകാര്യ കമ്പനിക്ക് കളിക്കാനുള്ള ഇടമാക്കി മാറ്റാതിരിക്കാൻ ദിവ്യ നന്നായി ശ്രമിച്ചിരുന്നു. അതിൽ ദിവ്യ നടത്തിയ പോരാട്ടം അവരുടെ കരിയറിൻ്റെ, അവരുടെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും. എന്തെങ്കിലും ദിവ്യ തൻ്റെ ആത്മകഥ എഴുതുകയാണെങ്കിൽ എല്ലാം തുറന്നും എഴുതും. അപ്പോൾ ജനം പറയും, സതീശൻ കള്ളനാണെന്ന് ജനം പറയില്ല. കള്ളന് കഞ്ഞി വെച്ചവൻ.